EMSന്റെ കാലത്ത് തന്നെ ഈ വിമോചന സമരത്തിന് ശേഷം അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്ന് പറഞ്ഞു. ആ ചെകുത്താനെ പിന്നീട് തിരുത്തിയെങ്കിലും പിന്നീട് EMS അത് തെറ്റായി പോയെന്ന് പറയുന്നുണ്ട്. അത് തുടർന്നു, അതൊരു തുടർച്ചയായി, അതൊരു ശീലമായി, അതൊരു തുടർച്ചയായി, അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ അതൊരു അംഗീകാരമായി. തീർച്ചയായിട്ടും പുനർവിചിന്തനത്തിന്റെ സമയമാണിത്. ആ സമയം അത് ജനങ്ങളാണ് അതിനെ തിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഏത് മതശക്തികളായാലും ജനാധിപത്യം എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മതശക്തികൾക്കല്ല, സാമുദായിക ശക്തികൾക്കല്ല, പിന്നെ വർഗീയ കക്ഷികൾക്കും അല്ല. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യത്തിനാണ്. ആരാണോ ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരാണോ ജനാധിപത്യ മൂല്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ തയ്യാറായി വരണം. പ്രതിപക്ഷം ദുർബലമായി പോകാനുള്ള കാരണം അവർക്ക് തന്നെ ഇപ്പോൾ വീണ്ടെടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഐക്യമില്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഒരു മുന്നണി രൂപപ്പെട്ടു വന്നു.